ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം നമുക്ക് ഡിഫറെൻറ്റ് തീംസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. IR സിലബസിൽ ഉള്ളതും അതുകൂടാതെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ചില തീംസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് പല രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. UGC നെറ്റിൻ്റെ സിമിലർ പാറ്റേൺ ഉള്ളത് കൊണ്ട് തന്നെ നെറ്റിൻ്റെ പാറ്റേണിൽ ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി അതിൽ വരുന്ന PYQs കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അത് ഇൻകറക്റ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു പ്രാക്ടീസ് എന്നുള്ള രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? NATO is a security pact created for the defense of US-led Western countries. Warsaw Pact was created by Soviet Union and its allies in response to NATO. A SARC was created for the security of South Asia. ASEAN is a security organization. European Union was created for the security of Europe. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ വിച്ച് വിൽ ബി ദ റൈറ്റ് ആൻസർ? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. അപ്പൊ നമുക്ക് ഈസിലി ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഡിഫറെന്റ് ഓർഗനൈസേഷൻ തന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാറ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് US-ന്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ഓർഗനൈസേഷൻ ആണ് അല്ലെ നാറ്റോ എന്ന് പറയുന്നത്. പിന്നെ വാർസോ പാക്ട്, നാറ്റോ 1949 അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ വാർസോ പാക്ട് ആണ്. വാർസോ പാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ ഈ നാറ്റോ അമേരിക്കന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചപ്പം അതിനെ റെസ്പോൺസ് ആയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ. പിന്നീട് ഇതിന്റെ കോൾഡ് വാർ പീരീഡിന്റെ സമയത്താണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, സാർക്ക് ബേസിക്കലി എന്തല്ല, അതൊരു സെക്യൂരിറ്റി ഓർഗനൈസേഷൻ അല്ല. സാർക്കിന്റെ തീം കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നാറ്റോ വാർസോ പാക്ട് ഒക്കെ ഡയറക്ട്ലി എന്ന് പറയുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ട് സോളിലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേഷൻസ് ആണെങ്കിൽ സാർക്ക്, ആസിയാൻ, യൂറോപ്യൻ യൂണിയൻ ഇതൊക്കെ റീജിയണൽ ആയിട്ടുള്ള അസോസിയേഷൻസ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടും അതേപോലെ എക്കണോമിക് ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂസിനെ മെയിൻ ആയിട്ട് അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഡിഫൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൂടി ഇത്തരത്തിലുള്ള അസോസിയേഷൻസിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഇയർ നോട്ട് ചെയ്ത് വെക്കണം. 1949 നാറ്റോ, വാർസോ പാക്ട് 1955, സാർക്കിൻ്റെത് 1985, ആസിയാൻ്റെത് 1967, യൂറോപ്യൻ യൂണിയൻ 1993. അത് ഇയർ വളരെ പ്രധാനമാണ്. ഓക്കെ, ദെൻ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഹാർട്ട്ലാൻഡ് തിയറി, റിംലാൻഡ് തിയറി, സീ പവർ തിയറി, എയർ പവർ തിയറി. അപ്പൊ അത് ഈ തിയറീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കോളേഴ്സിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A.T. മെഹൻ, ആൽഫ്രഡ് തയർ മെഹൻ, ഹാൾഫോർഡ് മാക്കിൻഡർ, അലക്സാണ്ടർ സെവേഴ്സ്കി, നിക്കോളാസ് സ്പൈക്മാൻ. ഇതിന്റെ ആൻസർ ഏതാ വരിക? ഏതായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കറാ? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ഓക്കെ, ഇതിൽ ബി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് വരിക. ദെൻ ഇതിന്റെ ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാം. ഇത് നമ്മൾ സിലബസിൽ ഡയറക്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗമല്ല, പക്ഷെ എക്സാമിന് UGC നെറ്റിൽ വന്നിട്ടുള്ള റീസെന്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹാർട്ട്ലാൻഡ് തിയറി എന്ന് പറയുന്നത് ഹാൽഫർഡ് മാക്കിൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളറാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഹാർട്ട്ലാൻഡ് തിയറിയുടെ ഒരു ആശയം എന്ന് പറയുന്നത്, അദ്ദേഹം ഹാർട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നത്, അതായത് പൊളിറ്റിക്കൽ ജിയോഗ്രഫി ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ ഹാർട്ട്ലാൻഡ്, റിംലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറി. ഓൾമോസ്റ്റ് ഈ 4 തിയറീസ്. അപ്പൊ അതില് ഹാർട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ തിയറി യൂറേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ യൂറേഷ്യനെയാണ് മാക്കിൻടയർ എന്ന് വിളിക്കുന്നത്, ഹാർട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇപ്പൊ യൂറേഷ്യ എന്ന് പറയുമ്പം അതില് 3 പ്രധാനപ്പെട്ട കോണ്ടിനെന്റ്സ്, യൂറോപ്പ്, ഏഷ്യ, ദെൻ ആഫ്രിക്ക.
ഈ 3 കോണ്ടിനെന്റ്സ് ചേർന്ന് നിൽക്കുന്ന ആ 3 കോണ്ടിനെന്റ്സിന്റെയും റീജൻ ഷെയർ ചെയ്യുന്ന പാർട്ടിനെയാണ് എന്ത് വിളിക്കുക? യൂറേഷ്യ എന്ന് വിളിക്കുക. ഈ യൂറേഷ്യ എന്ന് പറയുന്ന ഒരു ഏരിയ, വേൾഡ് ഐലൻഡ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഹൂ റൂൾസ് ഈസ്റ്റ് യൂറോപ്പ് കമാൻഡ്സ് ടു ദ ഹാർട്ട്ലാൻഡ്, ഹൂ റൂൾസ് ദ ഹാർട്ട്ലാൻഡ് കമാൻഡ്സ് ടു ദ വേൾഡ് ഐലൻഡ് ആൻഡ് ഹൂ റൂൾസ് ദ വേൾഡ് ഐലൻഡ് കമാൻഡ്സ് ദ വേൾഡ്. അതായത് ഈ ഹാർട്ട്ലാൻഡ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് ഈസിലി ഒരു വേൾഡ് പവർ ആവാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്നത്, യൂറേഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, യൂറോപ്യം ഏഷ്യയും ആഫ്രിക്കയൊക്കെ വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ഈസ്റ്റിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ആ ഒരു റീജിയനിലുള്ള ഒരു ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കൺട്രീസ് ആണ് ഒരു വേൾഡ് പവറായിട്ട് വരിക എന്നുള്ള ഒരു തിയറി, ഹാർട്ട്ലാൻഡ് തിയറി മാക്കിൻറ്റയർ മുന്നോട്ട് വെക്കുന്നുണ്ട്. റിംലാൻഡ് തിയറി എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നതാണ്. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഹാർട്ട്ലാൻഡ് അല്ല, മറിച്ച് യൂറേഷ്യ ആയിട്ട് വരുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയാസ് ആരാണോ പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഗ്ലോബൽ പവർ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ ഇതിൽ വെസ്റ്റേൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പല കോണ്ടിനെന്റ്സിന്റെ, ഏഷ്യന്റെയും യൂറോപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന കോണ്ടിനെന്റ്സിന്റെ കോസ്റ്റൽ റീജിയൻസ് ഉണ്ടല്ലോ, ആ കോസ്റ്റൽ റീജിയൻസ് ആരുടെ കയ്യിലാണോ ഉള്ളത് ആ ഒരു ലാൻഡിനെയാണ് അദ്ദേഹം റിംലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിംലാൻഡ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരായിരിക്കും ഗ്ലോബൽ പവർ ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ അത് രണ്ട് കണ്ടസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയാണ് ഹാർട്ട്ലാൻഡും റിംലാൻഡും. പിന്നെ സീ പവർ തിയറി എന്ന് പറഞ്ഞിട്ട് ആൽഫ്രഡ് മഹാന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഏറ്റവും ഒരു സ്റ്റേറ്റിനെ പവർഫുൾ ആക്കുന്ന, ഗ്ലോബൽ പവർ ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മാരി ടൈം പവർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നേവൽ പവർ, നേവി പവർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം സീ റൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സീയിൽ ആർക്കാണോ മാരിടൈം ഹെജമണി ആർക്കാണോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അവർ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. ഇനി അടുത്ത ജിയോഗ്രഫിക്കലി അടുത്ത ഏരിയയിലേക്ക് വരികയാണെങ്കിൽ എയർ പവർ തിയറി എന്ന് പറഞ്ഞിട്ട് അലക്സാണ്ടർ സെവേഴ്സ്കി മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എയർ സ്പേസ് ആരുടെ കയ്യിലാണോ ഉള്ളത്, അതായത് എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റിന്, മോഡേൺ വാർഫെയർ സിസ്റ്റം എന്നൊക്കെ പറയുന്നതിനെ ഈ ഒരു എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണോ സുപ്പീരിയർ ആവാൻ പറ്റുന്നത് അപ്പൊ ആ സുപ്പീരിയറിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ്. അപ്പൊ ഈ 4 പൊളിറ്റിക്കൽ ജിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആണ്. ഒന്ന് എയർ പവർ പറയുന്നു, ഒന്ന് സീ പവർ പറയുന്നു, ഒന്ന് റിംലാൻഡ് പറയുന്നു, ഒന്ന് ഹാർട്ട്ലാൻഡ് പറയുന്നു. അപ്പം ഡിഫറെന്റ് ഏരിയാസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഏരിയാസിലുള്ള പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഗ്ലോബൽ പവർ ആയിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ തിയറി ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പോണന്റ് ആരാന്നുള്ളത് നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, then arrange chronologically the following international organizations: World Trade Organization, North Atlantic Treaty Organization, International Monetary Fund, G20, South Asian Association for Regional Cooperation. ഡിഫറെന്റ് ഓർഗനൈസേഷൻസിനെ അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ബേസ് ചെയ്തിട്ട് ക്രോണോളജിക്കലി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ഏതാ വരാം? ബാക്കിയുള്ളവരോട് ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ. ആൻസർ റോങ് ആയാലും പ്രശ്നമല്ല. ഇതിന്റെ റൈറ്റ് ആൻസർ ബി ആണ് വരിക കേട്ടോ. ഇത് വളരെ പ്രധാനമാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഇയർ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് അലോങ് വിത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതാണ്? വേൾഡ് ബാങ്ക്. അപ്പൊ ഈ 2 ഓർഗനൈസേഷൻസ് ആണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് 1944 സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, ദെൻ നാറ്റോ നമ്മൾ പറഞ്ഞു 1949 ഡിഫൻസ് ഓർഗനൈസേഷൻ ആണ്. സാർക്ക് 1985 WTO 1995 WTOന്റെ മുന്നേ, WTO എന്ന് പറയുന്നതിന്റെ മുന്നേ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ 1948 ഓർ സംതിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പിന്നീടാണ് WTO എന്നുള്ള പേരിലേക്ക് അത് ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ദെൻ G20 എന്ന് പറയുന്നത് 1999 അത് വന്നിട്ടുള്ളത് G20. ഇപ്പൊ G20ന്റെ നിലവിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടറി G21 ആയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് 23 സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള കോൺഫറൻസിൽ G20 സമ്മിറ്റ്, ന്യൂഡൽഹിയിൽ വെച്ചിട്ടുള്ള സമ്മിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആഫ്രിക്കൻ യൂണിയനെ G20യുടെ പെർമനന്റ് മെമ്പർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ G20 എന്തായി? 19+2 എന്നുള്ള രൂപത്തിൽ 19
സ്റ്റേറ്റ്സും 2 റീജിയണൽ അസോസിയേഷൻസ്. ഏതൊക്കെയാണ്? ഒന്ന് ആഫ്രിക്കൻ യൂണിയൻ, ദെൻ യൂറോപ്യൻ യൂണിയൻ. ഓക്കെ. Then which among the following statement related to common but differentiated responsibilities is not correct? It is an important global environment norms developed by the international community. It favors developing countries. It grants trade concession to developing countries. Developed countries are opposed to it. ഇതിൽ CBDR എന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് CBDR ആയിട്ട് ബന്ധപ്പെട്ടിട്ട്? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി. അതായത് ഇതിൽ പറയുന്നത് എന്താണ്? ഡെവലപ്പിംഗ് കൺട്രീസിന് ട്രേഡ് കൺസെഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ CBDR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, CBDR പ്രധാനപ്പെട്ട 1992 നടന്നിട്ടുള്ള റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ചുരുക്കി പറഞ്ഞാൽ റിയോ സമ്മിറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന 1992 വന്നിട്ടുള്ള പ്രധാനപ്പെട്ട യുണൈറ്റഡ് നേഷൻസിന്റെ അണ്ടറിൽ UNFCCC എന്നുള്ള ഈ ഒരു ഫ്രെയിംവർക്കിന്റെ അണ്ടറിലാണ് ഈ ഒരു സമ്മിറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമാണെന്ത്? കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത്. അതായത് എൻവയോൺമെന്റൽ ചാലഞ്ചസിനെ, എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള കാര്യങ്ങളെ നേരിടുന്നതിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള പങ്കുണ്ട്. എന്നാൽ പോലും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഇത്തരത്തിലുള്ള എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആരാണോ കൂടുതൽ ഉത്തരവാദികളാവുന്നത് ആ സ്റ്റേറ്റിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലുമൊക്കെ ഗ്ലോബൽ സൗത്തിലുള്ള തേർഡ് വേൾഡ് കൺട്രീസിനേക്കാൾ ഉപരി നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും എന്തുണ്ടാവുക കൂടുതൽ. ഇപ്പൊ കാർബൺ മറ്റൊക്കെ എമിഷൻ കൂടുതൽ ഉണ്ടാവുമ്പോൾ അതനുസരിച്ച് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൽ. അപ്പൊ അവർക്ക് എന്തുണ്ട്? ബാക്കി രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം അവരെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആശയം വരുന്നതാണ് എന്ത്? CBDR. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോമ എന്നുള്ളത് കറക്റ്റ് ആണ്. ഇറ്റ് ഫേവേഴ്സ് ഡെവലപ്പിംഗ് കൺട്രീസ്. സ്വാഭാവികമായിട്ട് എന്താണ്? ഇത് ഡെവലപ്പിംഗ് കൺട്രീസിനെ സഹായിക്കും. അതേപോലെ തന്നെ ഇത് ഡെവലപ്ഡ് കൺട്രീസ് എതിർക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഡെവലപ്ഡ് കൺട്രീസ് CBDRനെ എതിർക്കുന്നത്? കാരണം അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ട്. കൂടുതൽ കാർബൺ എമിഷൻ ചെയ്യുന്നത് ആ രാഷ്ട്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എതിർക്കും. പക്ഷെ ഈ ഒരു കാര്യം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പിംഗ് കൺട്രീസിന് ട്രേഡ് കൺസെഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും CBDR മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. Then again I match the following question. World system theory, social constructivism, defensive realism, offensive realism. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിമ്പിൾ ആണ്. കെന്നത്ത് വാൾസ്, ജോൺ മേഷിമർ, ഇമ്മാനുവൽ വാലസ്റ്റൈൻ, അലക്സാണ്ടർ വെങ്ത്. ഇതിൽ ആരൊക്കെയാണ് ഏത് തിയറീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ റൈറ്റ് ആൻസർ ബി ആണ് വരിക. ഓക്കെ. ഇമ്മാനുവൽ വാലസ്റ്റൈൻ, വേൾഡ് സിസ്റ്റം തിയറി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അലക്സാണ്ടർ വെങ്ത്, ഡിഫെൻസീവ് റിയലിസം, കെന്നത്ത് വാൾസ്, ഒഫെൻസീവ് റിയലിസം, ജോൺ മേഷിമർ. ആൻസർ റൈറ്റ് ആൻസർ ബി ആണ് വരിക. സി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക, ഡിഫെൻസീവും ഒഫെൻസീവും. ഈ ഡിഫെൻസീവ് ഒഫെൻസീവ് റിയലിസം എന്ന് പറയുന്നത് ജനറലി എന്താണ്? നിയോ റിയലിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിയലിസം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് വരിക? ഒഫെൻസീവും ഡിഫെൻസീവും. അപ്പോൾ ഈ നിയോ റിയലിസത്തിൽ 2 പൊസിഷനാണ്, 2 പാർട്ടാണ് ആർക്കുള്ളത്? സ്കോളേഴ്സിനുള്ളത്. അപ്പോൾ നിയോ റിയലിസത്തിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ പ്രധാനപ്പെട്ട എക്സ്പോണന്റ് എന്ന് പറയുന്നത് കെന്നത്ത് വാൾസ് ആണ്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നുള്ള വർക്കിലൂടെയാണ് ഈ ഒരു ആശയത്തിനെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് അല്ല പിന്നീട് വന്നിട്ടുള്ള മേഷിമറിനുള്ളത്. അപ്പൊ കെന്നത്ത് വാൾസ് പറയുന്നത് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അനാർക്കിക് സിറ്റുവേഷനിൽ സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് സെക്യൂരിറ്റി മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, സെക്യൂരിറ്റി മാക്സിമൈസ് ചെയ്യാന്നുള്ളതിന് വേണ്ടിയിട്ടാണ്
അവർ യുദ്ധത്തിൽ ഏർപ്പെടുന്നതും മറ്റ് ഡിപ്ലോമസി കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുന്നത്. അതാണ് വാൾസിന്റെ പൊസിഷൻ. നേരെ മറിച്ച് ജോൺ മെഷീമർ പറയുന്നത് സെക്യൂരിറ്റി മാക്സിമൈസ് ചെയ്യാനല്ല, മറിച്ച് പവർ മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള എയിം. അപ്പോൾ അനാർക്കിക് സിറ്റുവേഷനിൽ പവർ മാക്സിമൈസേഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് വരുന്നു. ഒഫൻസീവ് ആണ് സ്റ്റേറ്റിന്റെ പർപ്പസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്യുക. ഒഫൻസീവ് ജോൺ മെഷീമർ, ഡിഫെൻസീവ് കെന്നത്ത് വാൾസ്. ഓക്കെ, then arrange the following international relations thinkers in the chronological order: Kenneth Waltz, Hans Morgenthau, Thucydides, Alexander Wang, T.H. Carr. ഈ സ്കോളേഴ്സിന്റെ അവരുടെ ഇയർ ഓഫ് ബർത്ത് ബേസ് ചെയ്തിട്ട് ആരാണ് ആദ്യം വന്നിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ക്രൊണോളജിക്കലി സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. അതിന്റെ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. തൂസിഡിഡ്സ് എന്ന് പറയുന്നത് വളരെ ആൻഷ്യന്റ് ടൈമിൽ തന്നെ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്, 1460 to 400 BC. പിന്നെയുള്ള തൂസിഡിഡ്സ് ഒരു ക്ലാസിക്കൽ റിയലിസ്റ്റ് തിങ്കറാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മിലിയൻ ഡയലോഗ് എന്ന് പറയുന്നതൊക്കെ ആൻഷ്യന്റ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ള പെലോപ്പൊനീഷ്യൻ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ള വർക്കാണ്. അതിൽ ഈ ഒരു പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും സ്റ്റേറ്റിന്റെ ആ ഒരു പവർ മാക്സിമൈസ് ചെയ്യാന്നുള്ള എയിമിനെ കുറിച്ചിട്ടൊക്കെ അതിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ E.H. കാർ ആണ് വേറൊരു ക്ലാസിക്കൽ റിയലിസ്റ്റ് തിങ്കർ. 1892 അദ്ദേഹം ജനിക്കുന്നത്. ദെൻ ഹാൻസ് മോർഗന്തോ, അഗെയിൻ ക്ലാസിക്കൽ റിയലിസ്റ്റ് സ്കോളർ. പിന്നെ കെന്നത്ത് വാൾസ് നിയോ റിയലിസ്റ്റ് ആണ്. അലക്സാണ്ടർ വെങ്ത് നിലവിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കോളറാണ്. Then who wrote Hindu Theory of International Relations? Swami Vivekanand, William Jones, Binoy Kumar Sarkar, Aurobindo Ghosh. ഇതിൽ ആരാണ് ഹിന്ദു തിയറി ഓഫ് IR എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ആൻസർ റോങ് ആയ പ്രശ്നമല്ല. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, ബിനോയ് കുമാർ സർക്കാർ. അദ്ദേഹം ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ആണ്, പ്രധാനപ്പെട്ട ഇന്ത്യൻ കൾച്ചർ, ഹിസ്റ്ററി, IR റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണെന്ത് ഹിന്ദു തിയറി ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്ന പറഞ്ഞാല് നമുക്കറിയാം, പൊളിറ്റിക്കൽ റിയലിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആൻഷ്യന്റ് ടൈമിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്കോളറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? കൗട്ടില്യനാണ്. അപ്പൊ കൗട്ടില്യന്റെ അർത്ഥശാസ്ത്ര അതിനെ റിലീജിയസ് ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മഹാഭാരതനെ പോലെയുള്ള ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇന്ത്യൻ വേ ഓഫ് ഒരു IRനെ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് ക്രാഫ്റ്റ്, പവർ, ദെൻ ഡിപ്ലോമസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയാണ് ഈ ഒരു ഹിന്ദു തിയറി ഓഫ് IRലൂടെ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഹിന്ദു തിയറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് 1921 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നെറ്റിൽ റീസെന്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ തിയറി ഓഫ് ഇന്റർനാഷണൽ റിയലിസം? അതായത് ഇന്റർനാഷണൽ റിയലിസം എന്ന് പറഞ്ഞാൽ ബ്രോഡ്ലി റിയലിസം എന്നുള്ളതാണ്. Then domestic politics is characterized by hierarchy and international politics by anarchy. Power is both means and end. Believes in relative gain rather than absolute gain. Anarchy is what states make of it. Like all politics, international politics is the struggle for power. ഏതാ വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഇതിൽ നമുക്ക് നോക്കാം, അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അനാർക്കി ഈസ് വാട്ട് സ്റ്റേറ്റ്സ് മേക്ക് ഓഫ് ഇറ്റ്. അത് ഏത് തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അനാർക്കി ഈസ് വാട്ട് സ്റ്റേറ്റ്സ് മേക്ക് ഓഫ് ഇറ്റ് എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അലക്സാണ്ടർ വെങ്ത്തിന്റെ ഒരു ആർട്ടിക്കിൾ ആണ് ഈ അനാർക്കി ഈസ് വാട്ട് സ്റ്റേറ്റ്സ് മേക്ക് ഓഫ് ഇറ്റ്. അതായത് അനാർക്കി എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ, ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുതയല്ല അനാർക്കി, മറിച്ച് ഓരോ സ്റ്റേറ്റും ക്രിയേറ്റ് ചെയ്യുന്ന സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അനാർക്കി എന്നുള്ളതാണ്. അപ്പൊ അത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ്.
അപ്പൊ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഹൈറാർക്കി ഉണ്ട്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അനാർക്കി ഉണ്ട്. റിയലിസം അതിനെ അംഗീകരിക്കുന്നുണ്ട്. പവർ ഈസ് ബോത്ത് മീൻസ് ആൻഡ് എൻഡ്സ്. അവരെ സംബന്ധിച്ച് അതിന്റെ ലക്ഷ്യവും അതിന്റെ ഫൈനൽ എൻഡും ഔട്ട്കമും എന്ന് പറയുന്നത്, അതേപോലെ അതിന്റെ മീൻസും രണ്ടും പവർ തന്നെയാണ്. പിന്നെ ബിലീവ്സ് ഇൻ റിലേറ്റീവ് ഗെയിൻ നോട്ട് ഇൻ അബ്സല്യൂട്ട് ഗെയിൻ. അത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. റിലേറ്റീവ് ഗെയിൻ റിയലിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആബ്സല്യൂട്ട് ഗെയിൻ എന്ന് പറയുന്നത് ലിബറലിസം അല്ലെങ്കിൽ ഐഡിയലിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ എല്ലാ പൊളിറ്റിക്സും പോലെ തന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ഫോർ പവർ ആണ്. പവറിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ, സ്റ്റേറ്റ്സ് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. Then who has written the book Man, the State and War? കെന്നത്ത് വാൾസ്, E.H. കാർ, മോർഗൻതോ, എഡ്വാർഡ് സെയ്ത്ത്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരിക? നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. IR പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. ഇതിന്റെ റൈറ്റ് ആൻസർ കെന്നത്ത് വാൾസ് ആണ് വരിക. കെന്നത്ത് വാൾസിന്റെ വേറൊരു പ്രധാനപ്പെട്ട വർക്കാണ് തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. അതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Then which American president has laid down 14 points as the basis for peace after World War I? Theodore Roosevelt, James Madison, Millard Fillmore, Woodrow Wilson. ഇതിന്റെ റൈറ്റ് ആൻസർ വുഡ്രോ വിൽസൺ ആണ് വരിക. അത് പല തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. UGC നെറ്റിൽ മുമ്പും പല പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ദെൻ വുഡ്രോ വിൽസന്റെ ഈ ഒരു ആശയം അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിൽ ജനുവരി 8, 1918 മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് എന്ത് വരുന്നത്? ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ 1920, അതായത് വേൾഡ് വാർ ഫസ്റ്റ് എൻഡ് ചെയ്തതിന്റെ ശേഷം ഈ ഒരു ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ. അതേപോലെ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നതും വുഡ്രോ വിൽസൺ തന്നെയാണ്. Then arrange the UN Secretary General as per their tenures in the chronological order. Boutros Ghali, Ban Ki-moon, U Thant, Kofi Annan, Kurt Waldheim. ഏതാണ് വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ C ആണ് വരിക. അത് നോട്ട് ചെയ്ത് വെക്കണം. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. UGC നെറ്റിലും CUT-ലും കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷം ഇങ്ങനൊരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവരുടെ ഇയർ എല്ലാവരും ഇയർ അറിയണമെന്നില്ല. അതിന്റെ ഒരു ഓർഡർ ജസ്റ്റ് അറിഞ്ഞിട്ടുണ്ടായാൽ മതി. ഓക്കെ. ആരാണ് നിലവിൽ ബുട്രസ് വരെയുള്ള ഇതിന്റെ ഓർഡർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇവന്റ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്, അത് ഇയറുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രൈഗ്ലി അപ്പോയിന്റഡ് സെക്രട്ടറി ജനറൽ, കോഫി അണ്ണൻ അപ്പോയിന്റഡ് ആസ് സെക്രട്ടറി ജനറൽ, UN പീസ് കീപ്പേഴ്സ് സെന്റ് ടു സൈപ്രസ്, UN High Commissioner for Refugees established. 1964, 1950, 1946, 1997. ഏതായിരിക്കും ആൻസർ വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ് വരിക. അത് ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട UN ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ്. ഓക്കെ. Then who become first democratically elected woman prime minister in Islamic world? ഷെയ്ഖ് ഹസീന വസീദ്, ഹിന റബ്ബാനി ഖാർ, ഖാലിദ സിയ, ബാനസീർ ഭുട്ടോ. ഇതിന്റെ റൈറ്റ് ആൻസർ ബാനസീർ ഭുട്ടോ ആണ്. അവരാണ് പാകിസ്ഥാന്റെ 11th പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള ഇസ്ലാമിക് കൺട്രീസിന്റെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ദെൻ അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് റിലേറ്റഡ് ടു UN in chronological order. UN peacekeepers sent to Cyprus. UN peacekeeping commission was established. First UN peacekeeping force sent to Suez Canal. General Assembly adopts the Sustainable Development Goals. UN High Commissioner for Refugees established. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ് വരിക. അതിന്റെ ഇയർ നോട്ട് ചെയ്ത് വെക്കുക. ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് വരുന്നത് 1950. സുവസ് കനാൽ ക്രൈസിസ് അത് 1956 നടന്നിട്ടുള്ള IR പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ആ ഇയറിലാണ് UN പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടത്തേക്ക് അയക്കുന്നത്. ദെൻ സൈപ്രസിന്റെ അവിടത്തേക്ക് പീസ് കീപ്പേഴ്സിനെ അയച്ചിട്ടുള്ളത് 1964. പീസ് ബിൽഡിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2005. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDGs എന്ന് പറഞ്ഞിട്ടുള്ള 17 ഗോൾസ് അത് നിലവിൽ വന്നിട്ടുള്ളത് 2015. 15 to 2030 എന്നുള്ള പീരീഡിലേക്ക്. ഓക്കെ. ദെൻ
മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ അഗെയിൻ. ഓതേഴ്സും അവരുടെ ബുക്സും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോർജ് സോറോസ്, പോൾ ക്രുഗ്മാൻ, ഹെർമൻ ഡാലി, ഇമ്മാനുവൽ വാലസ്റ്റൈൻ. ദ കൺസൈൻസ് ഓഫ് എ ലിബറൽ ഓപ്പൺ സൊസൈറ്റി, ഡിക്ലൈൻ ഓഫ് അമേരിക്കൻ പവർ ഫോർ ദ കോമൺ ഗുഡ്. ഇത് അത്ര ഡയറക്റ്റ്ലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളല്ല, പക്ഷെ എന്നാൽ IR ഡിഫറെന്റ് ഏരിയാസിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സ്കോളേഴ്സ് ആണ്. ഏതായിരിക്കും വരിക ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ് വരിക കേട്ടോ. ജോർജ് സോറോസിൻ്റെതാണ് ഓപ്പൺ സൊസൈറ്റി എന്നുള്ള വർക്ക്. പോൾ ക്രൂഗ്മാൻ്റെതാണ് ദ കൺസൈൻസ് ഓഫ് എ ലിബറൽ. ഹെർമൻ ഡാലിൻ്റെതാണ് ഫോർ ദ കോമൺ ഗുഡ്. ഇമ്മാനുവൽ വാലസ്റ്റിൻ്റെതാണ് ഡിക്ലൈൻ ഓഫ് അമേരിക്കൻ പവർ. ദെൻ ഹ്യൂമൻ റൈറ്റ്സ് ഡോക്യുമെന്റ്സും അതിൻ്റെ ഇനാക്ട്മെന്റ് ഇയർ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ്, ഡിക്ലറേഷൻ ഓൺ ടോർച്ചർ, കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്, ചാർട്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ. 1975, 1954, 1990, 2000. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ A ആണ് വരിക കേട്ടോ. കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് 54, ഡിക്ലറേഷൻ ഓൺ ടോർച്ചർ 1975 ആണ്. കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ചൈൽഡ് 1990, യൂറോപ്യൻ യൂണിയന്റെ ചാർട്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് 2000. Then find out the correct one with regard to failed state. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സിയറ ലിയോൺ ഈസ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. A failed state is unable to provide the functions that define them as states. A failed state is able to coerce the inhabitants. A failed state is able to successfully control inhabitants. ഇതിൽ ഏതൊക്കെയായിരിക്കും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ് വരിക കേട്ടോ. അതായത് സിയറ ലിയോൺ എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ഫെയിൽഡ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വ്യത്യസ്ത പേരിൽ അത് അറിയപ്പെടലുണ്ട്. വീക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്വാസൈ സ്റ്റേറ്റ്സ് എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ബേസിക്കലി ഒരു സ്റ്റേറ്റ് എന്താണോ ഡെലിവർ ചെയ്യേണ്ടത്, ഒരു സ്റ്റേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അതിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റാത്ത സ്റ്റേറ്റ്സിനെയാണ് ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ സിയറ ലിയോൺ എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അത് ആഫ്രിക്കയിലുള്ള ഡെവലപ്മെന്റ്, UN ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ് സഹാറൻ ആഫ്രിക്കനെ കുറിച്ചിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു സ്റ്റേറ്റിനെ ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിലോട് കൂടി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഒരു സ്റ്റേറ്റ് ചെയ്യുന്ന ഡെലിവർ ചെയ്യുന്ന ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരിക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ആ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഡിഫറെന്റ് സ്റ്റേറ്റ്സിന്റെ ആ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് എന്നുള്ള കാറ്റഗറിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിലുള്ള പല സ്റ്റേറ്റും ഈ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഫെയിൽഡ് സ്റ്റേറ്റിന്റെ ഒരു വേറൊരു സൈഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് പലപ്പോഴും ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് വലിയ രൂപത്തിലുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഫെയിൽഡ് സ്റ്റേറ്റിലുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന ടെററിസ്റ്റ് കാര്യങ്ങൾക്കൊക്കെയുള്ള പല ലിങ്കും ഇത്തരത്തിലുള്ള ഫെയിൽഡ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതായത് ഈ ഡ്രഗ് ഡീലേഴ്സ്, ആം സ്ട്രഗിള് തുടങ്ങിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫെയിൽഡ് സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫെയിൽഡ് സ്റ്റേറ്റിന് ഇപ്പോൾ ഒരു രാഷ്ട്രം അവരുടെ കാര്യങ്ങള് പിന്നെ ഇത് ചെയ്തെന്ന് വിചാരിച്ചിട്ട്, അതായത് ഡെലിവർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റേറ്റിനെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക്, ഇന്റർനാഷണൽ സ്റ്റേറ്റ് സിസ്റ്റത്തിന് വലിയ ചാലഞ്ച് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഫെയിൽഡ് സ്റ്റേറ്റിനെ ഒരു ഇന്റർനാഷണൽ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള ചിലത് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് കോങ്കോ, ദെൻ ലൈബീരിയ, സിയറ ലിയോൺ, സൊമാലിയ, ഇതൊക്കെ ഫെയിൽഡ് സ്റ്റേറ്റിന്റെ കാറ്റഗറിയിൽ വരും. വാട്ട് അബൌട്ട് പാരിയ സ്റ്റേറ്റ്? പാരിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിസ്റ്റത്തിൽ ഒരു പ്രധാനമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്ന
സ്റ്റേറ്റിനെയാണ് പൊതുവെ പാരിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുള്ളത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ഔട്ട്കാസ്റ്റ് ആയി, ഇപ്പം കാസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ പറയലുണ്ടല്ലോ, അതായത് പഞ്ചമാസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്നുള്ള രൂപത്തിലേക്ക് ഒരു പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്താന്നുള്ളത്. അപ്പൊ അതുപോലെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പരിഗണിക്കാതെ, അതിപ്പം പല കാരണങ്ങൾ കൊണ്ട് ഒരു സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറ്റി നിർത്തുന്ന സ്റ്റേറ്റിനെയാണ് പെരിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ. Then who is the author of Why is there no international theory? മാർട്ടിൻ വൈറ്റ്, റോബർട്ട് കോക്സ്, കാന്തി ബാജ്പേയി, അലക്സാണ്ടർ വെങ്ക്. ഏതാണ് വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മാർട്ടിൻ വൈറ്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ. അദ്ദേഹം ഇംഗ്ലീഷ് സ്കൂൾ ഓഫ് IR വരുന്നത്. ഇംഗ്ലീഷ് സ്കൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, IR ഇന്റർനാഷണൽ സൊസൈറ്റി എന്നുള്ള രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ തിയറി ആണെന്ത് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ് മാർട്ടിൻ വൈറ്റ്. ഇതുകൂടാതെ ഹെഡ്ലി ബുള്ള് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു നിയോ-റിയലിസം ഇൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്? ഇന്റർനാഷണൽ അനാർക്കി necessarily tends towards tensions, conflicts and possibility of war. International anarchy results in a system of self-help. Conflict is encouraged by the fact that states are primarily concerned about maintaining their position relative to other states. The security dilemma can be called as building up stores of military weapons for offensive purpose. ഇതിൽ നിയോ റിയലിസമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഇതില് ഓപ്ഷൻ 4 കൊടുത്തിട്ടുള്ളത് എന്താണ്? സെക്യൂരിറ്റി ഡിലമ്മ ക്യാൻ ബി കോൾഡ് ആസ് ബിൽഡിംഗ് അപ്പ് സ്റ്റോർസ് ഓഫ് മിലിറ്ററി വെപ്പൺസ് ഫോർ ഒഫൻസീവ് പർപ്പസ്. ഇപ്പൊ സെക്യൂരിറ്റി ഡിലമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആ രൂപത്തിലല്ല ഡിഫൈൻ ചെയ്യല്. സെക്യൂരിറ്റി ഡിലമ്മ ഒഫൻസീവ് പർപ്പസിനല്ല, മറിച്ച് ഡിഫെൻസീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഇപ്പം മിലിറ്ററി അക്യുമുലേഷൻ ചെയ്യുമ്പം മറ്റൊരു സ്റ്റേറ്റ് അതിനെ ഒഫൻസീവ് ആണെന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും അവരും അവരുടെ മിലിറ്ററി വെപ്പൺസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡിലമിനെയാണ് സെക്യൂരിറ്റി ഡിലമ എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. ബാക്കിയുള്ളത് നിയോ റിയലിസം ആയിട്ട് ബ്രോഡ്ലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ. ഇപ്പോൾ നിയോ റിയലിസം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ റിയലിസം എന്നുള്ളത് കൂടി പറയാറുണ്ട്. അതേപോലെ കെന്നത്ത് വാൾസ് ആണ് ഇതിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കോളർ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ. ഓക്കെ. ദെൻ 3-part typology of the theories of globalization developed by David Held and McGrew include the following: hyper-globalist, skeptic, culturalist, transformationalist. ഇതിൽ ഡാവിഡ് ഹെൽഡും മാക്രോയും കൂടി അവരുടെ വർക്കിൽ 3-part ടൈപ്പോളജി എന്ന് പറഞ്ഞിട്ട് ഗ്ലോബലൈസേഷൻ തിയറീസിനെ അവർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക? ഏതാ വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഹൈപ്പർ ഗ്ലോബലിസ്റ്റ്, സ്കെപ്റ്റിക്, ദെൻ ട്രാൻസ്ഫോർമേഷണലിസ്റ്റ്. കൾച്ചറലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി അദ്ദേഹം പരിചയപ്പെടുന്നില്ല. അത് ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഹൈപ്പർ ഗ്ലോബലിസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷന് അത്രയും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. അതായത് ഗ്ലോബലൈസേഷൻ ആണ് ഇതിൻ്റെയൊക്കെ ഒരു തീം എന്ന് പറയുന്നത് മൂന്നിൻ്റെയും. അപ്പൊ ഗ്ലോബലൈസേഷനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിനോമിനായിട്ട് കൺസിഡർ ചെയ്യും. പിന്നീട് നാഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി ഗ്ലോബലൈസേഷനോട് കൂടി ഒരു സുപ്രാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇനി പ്രായോഗികമാവാൻ പോകുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ആണ് ഇനി പ്രായോഗികമാവാൻ പോകുന്നത്. അതിന്റെ ഡോമിനൻസ് ആണ് വരുന്നത്. നാഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇനി അത്ര പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതിന്റെ റെലവൻസ് നഷ്ടപ്പെട്ടു എന്നുള്ള രൂപത്തിൽ ഹൈപ്പർ ഗ്ലോബലിസ്റ്റുകൾ ഗ്ലോബലൈസേഷന് കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം വാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാറ്റഗറി. സ്കെപ്റ്റിക് എന്ന് പറയുന്നത് അവര് ഗ്ലോബലൈസേഷൻ സംഭവിക്കുന്ന ഫിനോമിനനെ അവർ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നാഷൻ സ്റ്റേറ്റിന്റെ ആ ഒരു പെർസിസ്റ്റൻസിനെയും കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷൻ
ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് അവർ അംഗീകരിക്കേണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം വ്യാപ്തിയിൽ അത് കൊണ്ടുവരും, അല്ലെങ്കിൽ നാഷൻ സ്റ്റേറ്റിന് അത്രത്തോളം ആഴത്തിൽ അത് ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന വിഭാഗത്തിനെയാണ് ഈ സ്കെപ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അവർ സൂചിപ്പിക്കുന്നത്. ട്രാൻസ്ഫോർമേഷണലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ റെലവൻസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ സ്റ്റേറ്റിന്റെ നേച്ചറിൽ എന്തുണ്ട്, കാര്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പാരഡൈം ഷിഫ്റ്റ് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷണലിസ്റ്റുകൾ വാദിക്കുക. അപ്പം ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് ഐഡിയാസ്, പെർസ്പെക്റ്റീവ് ആണ് ഈ 3 ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് അല്ലെങ്കിൽ ഈ കാറ്റഗറിയിലൂടെ അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, then who among the following holds the view that globalization is transformationalism? C.H. Dodd, David Held, Stephen Gill, H.D.S. Greenway. ഏതാ വരാ? ഇതിന്റെ റൈറ്റ് ആൻസർ ഡാവിഡ് ഹെൽഡ് ആണ്. ഡാവിഡ് ഹെൽഡിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷണലിസം എന്നുള്ളതിലാണ്. ഗ്ലോബലൈസേഷൻ സ്റ്റേറ്റിന്റെ നേച്ചറിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. ദെൻ എനർജി കമ്പനീസും അതിന്റെ ഹോസ്റ്റ് കൺട്രീസും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ, പെട്രോനാസ്, സിനോപാക്, ആരാംകോ. മലേഷ്യ, ചൈന, സൗദി അറേബ്യ, ഫ്രാൻസ്. ഏതാ വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ടോട്ടൽ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെതാണ്. പെട്രോനാസ് എന്ന് പറയുന്നത് മലേഷ്യന്റെ ആണ്. പെട്രോനാസ് ടവർ ഒക്കെ നമുക്കറിയാം. സിനോപാക് ചൈനൻ്റെതാണ്. ആരാംകോ സൗദി അറേബ്യൻ്റെതാണ്. ഓക്കെ, then who is related with advent of the Zionist movement and Zionist Congress? Aaron David Miller, Theodore Herzl, Benjamin Netanyahu, Yitzhak Rabin. ഇതിന്റെ റൈറ്റ് ആൻസർ തിയോഡർ ഹെർസൽ ആണ്. കാരണം സയണിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക്കലി ഇസ്രായേൽ പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു ആശയം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു ജൂയിഷ് ജേർണലിസ്റ്റ് ആയിരുന്ന തിയോഡർ ഹെർസൽ ആണ്. 1890s ആ ഒരു ടൈമിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു എന്നൊക്കെ പറയുന്നത് നിലവിലുള്ള സയനിസത്തിന്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ് ആണ്. ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇതിന്റെ അഡ്വന്റിന്റെ സമയത്ത് ആരാണ് ഈ ഒരു സയനിസ്റ്റ് കോൺഗ്രസും മൂവ്മെന്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം തിയോഡർ ഹെർസലിന്റെ 1896 പബ്ലിഷ് ചെയ്ത ദ ജൂയിഷ് സ്റ്റേറ്റ്, ഡെർ ജുഡൻസ്റ്റാറ്റ് എന്നുള്ള വർക്ക് ഈ ഒരു കാര്യത്തിന് നിലവിൽ ഇപ്പൊ പാലസ്തീനുള്ള ഒരു റീജിയനിൽ ജൂയിഷ് ഹോംലാൻഡ് സ്ഥാപിക്കണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. ഓക്കെ, ദെൻ SDG ഗോൾ നമ്പറും അതിന്റെ ഗോൾസും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5, 7, 10, 15. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ലൈഫ് ഓൺ ലാൻഡ്, ജെൻഡർ ഈക്വാലിറ്റി, റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. ഇതിന്റെ ആൻസർ ഏതാ? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഇത് വളരെ പ്രധാനമാണ്. SDGs മുമ്പും വേറെ രൂപത്തിലൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം മാക്സിമം കഴിയുന്നത്ര ഇതിന്റെ 17 ഗോൾസ് ആണല്ലോ ഉള്ളത്. ഈ 17 ഗോൾസിന്റെ ജസ്റ്റ് അതിന്റെ ഒരു തീം മനസ്സിലാക്കിയിരിക്കുക, ഏതൊക്കെയാണ് വരുന്നത്, അതിന്റെ ഒരു ഓർഡറും ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, ദെൻ ആൻസർ ഓൾറെഡി ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഐഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഇൻ IR proposed to replace balance of power. ഡിസാമമെന്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരിക. അതായത് ഐഡിയലിസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വുഡ്രോ വിൽസണും ഇവരൊക്കെയാണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയലിസ്റ്റ് സ്കൂളിന്റെ തീം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്, ബാലൻസ് ഓഫ് പവർ എന്ന് റിയലിസ്റ്റുകൾ വാദിക്കുന്ന ആശയത്തിനെ വേറൊരു രൂപത്തിൽ കൗണ്ടർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡിസാമമെന്റ് ആണ് പ്രധാനമായിട്ടും. ഈ ഡിസാമമെന്റ് എന്ന് പറയുന്ന ആശയത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ലീഗ് ഓഫ് നേഷൻസും മറ്റൊക്കെ ആയിട്ട് പിന്നീട് വന്നിട്ടുള്ളത്. ഓക്കെ, who among the following political thinkers reformulated the principles of realism by Hans Morgenthau from a feminist perspective? A.G. Frank, Janet Abu, Anne Tickner, Hannes Pelton. ഇതിൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ മോർഗന്തയുടെ പ്രിൻസിപ്പിൾസിനെ, റിയലിസ്റ്റ് പ്രിൻസിപ്പിൾസിനെ റിഫോർമുലേറ്റ് ചെയ്ത ആരാണ്? ജാൻ ടിക്നർ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പോ 6 പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ റിയലിസം എന്ന് പറഞ്ഞിട്ട് മോർഗന്തോ 6 പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാണ് ഇവർ ചെയ്യുന്നത്. അതിലെ 6 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ദെൻ ഇവരുടെ വർക്ക് വളരെ പ്രധാനമാണ്. ജാൻ ടിഗ്നറിന്റെ ജെൻഡർ ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്, ഫെമിനിസം ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് തുടങ്ങിയ വർക്കുകളിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രധാനമായിട്ടും റിയലിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൗണ്ടർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹൂ കോയിൻഡ് ദ ടേം കണ്ടെയ്ൻമെന്റ്. കണ്ടെയ്ൻമെന്റ് എന്നുള്ള ഒരു ടേം IR പ്രധാനപ്പെട്ട ഒരു ടേമാണ്, എസ്പെഷ്യലി കോൾഡ് വാർ പീരീഡിൽ. അപ്പൊ അതാരാണ് കോയിൻ ചെയ്തത്? ജോർജ് കെനൻ, ആൽഫ്രഡ് സോവി, ജോർജ് മാർഷൽ, ജോൺ മാർഷൽ. ഇതിന്റെ റൈറ്റ് ആൻസർ ജോർജ് കെനാൻ ആണ് കേട്ടോ. ജോർജ് കെനാൻ ആണ് അത് കോയിൻ ചെയ്തത്. അദ്ദേഹം ഒരു അമേരിക്കൻ ഡിപ്ലോമറ്റ് ആയിരുന്നു. അതായത് ഒരു സ്പൈ ആയിട്ട് അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ കാര്യങ്ങളെയൊക്കെ അമേരിക്കക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു കോൾഡ് വാർ ടൈമിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അദ്ദേഹം എഴുതുന്ന ഒരു കാര്യമാണ് ദ സോഴ്സസ് ഓഫ് സോവിയറ്റ് കണ്ടക്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എക്സ് എന്ന് പറഞ്ഞിട്ട് സ്യൂഡോണിം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് ഇതിന്റെ ടെലഗ്രാംസ് കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കണ്ടെയ്ൻമെന്റ് എന്നുള്ള ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാല് കോൾഡ് വാർ പീരീഡിൽ പ്രധാനമായിട്ടും കമ്മ്യൂണിസത്തിന്റെ വ്യാപനം സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ എസ്പെഷ്യലി ഈസ്റ്റേൺ യൂറോപ്പിലും അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവര് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് മുന്നോട്ട് വെക്കണം എന്നുള്ള രൂപത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടെയ്ൻമെന്റ് എന്നുള്ള ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ടേം അദ്ദേഹം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൽ മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. റീസെന്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് IR വരുന്നുണ്ട്. ചിലത് നമ്മൾ ക്ലാസ്സിൽ തന്നെ അതിന്റെ സെഷന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IR സിലബസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം തിയറീസ് ആണ്, ലിബറൽസും അതേപോലെ റിയലിസം ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് തീംസ് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതും കൂടി ഒന്ന് കവർ ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ക്ലാസ്സും അതേപോലെ സെഷൻസിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തിട്ട് അത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടോ? നമ്മൾ സെഷൻസ് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.